കഴിഞ്ഞ വർഷം 2025 ഞാൻ കേട്ട പ്രാർത്ഥനകളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന എൻ്റെ അപ്പൻ്റേതായിരുന്നു. ഹൃദയം കൊണ്ടുള്ള ഒരു പ്രാർത്ഥന. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി. എത്തിച്ചേർന്നത് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്താണ്. വീട്ടിലെ പതിവനുസരിച്ച് ജപമാല പ്രാർത്ഥനയ്ക്കും വചനവായനയ്ക്കും ഒടുവിൽ അവസാനം അപ്പൻ്റെ ഇത്തിരി ദൈർഘ്യമുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൻ്റെ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കാൻ അവരുടെ കൂടെ ഇരിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്കിടയിലെ അപ്പൻ്റെ ഒരു നിയോഗം ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയാണ്. അതിപ്രകാരമാണ്: കാരുണ്യവാനായ പിതാവേ, ഏറ്റവും അടുത്ത് ഫ്രാൻസിസ് പാപ്പയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കണമേ. ഒരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനായ എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന. റോം കണ്ടിട്ടില്ലാത്ത, പാപ്പയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത എൻ്റെ അപ്പൻ ഫ്രാൻസിസ് പാപ്പയാൽ സ്പർശിക്കപ്പെട്ടിരിക്കുകയാണ്. TV-യിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പാപ്പയെ അനുഭവിച്ച എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ പാപ്പയ്ക്കൊരു വലിയ സ്ഥാനമുണ്ട്. റോമിൽ ജീവിച്ച പാപ്പ തെക്കേ ഇന്ത്യയിലെ ചന്ദ്രമംഗലം ഇടവകാംഗമായ എൻ്റെ അപ്പൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ക്രിസ്തു ശിഷ്യർ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ സ്പർശിക്കേണ്ടവരാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ക്രിസ്തുവും സുവിശേഷം നൽകി മനുഷ്യരുടെ ഹൃദയങ്ങൾ സ്പർശിച്ചവനാണ്. ഫ്രാൻസിസ് പാപ്പയും ക്രിസ്തുവിനെ പോലെ സുവിശേഷമായ ഒരു വലിയ മുക്കുവനാണ്. നമുക്ക് മറ്റൊരു ക്രിസ്തുവായി സുവിശേഷമാകാം. അങ്ങനെ ചില ഹൃദയങ്ങളെ നമുക്കും സ്പർശിക്കാം. അവരുടെ ഹൃദയത്തിൽ ഒരിടം നമുക്കും കണ്ടെത്താം. അവർ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. സുവിശേഷമാകുന്ന മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവരുടെ പ്രാർത്ഥന.